എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നോക്കുന്നത്. ലഞ്ചിന് പറ്റും. അതായത് ഗീ റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറ്. സാധാരണ എല്ലാവരും വീടുകളിൽ എന്തെങ്കിലും ഇപ്പം ക്രിസ്മസോ ഈസ്റ്ററോ അല്ലെങ്കിൽ റംസാനൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് തന്നെയാണ്, ലോങ് ഗ്രെയിൻ. ഇത് വേണമെങ്കിൽ ദുവാ റൈസോ അല്ലെങ്കിൽ ജീര റൈസൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ ടൈമും കുറച്ച് മതിയാവും. ഈ ലോങ് ഗ്രെയിൻ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അധികം സമയമല്ല, വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം. വരും നമ്മുടെ കിച്ചണിലേക്ക്. ഇവിടെ ഒരു കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, ലോങ് ഗ്രെയിൻ. വേണമെങ്കിൽ ദുവാ റൈസോ ജീര റൈസോ ഏതെടുത്താലും മതി. 3-4 വട്ടം കഴുകി അവിടെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് വയ്ക്കണം, അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച്, ചുവട് കട്ടിയുള്ള പാത്രം ഏതായാലും മതി. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ച്ചോറല്ലേ ഉണ്ടാക്കുന്നേ, ഗീ റൈസ്. അപ്പോൾ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനിയും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്യാം. നെയ്യൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാനുള്ള സംഗതികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 6 കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി, കിസ്മിസ്, അതൊരു 8-9 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. റൈസിൻസൊക്കെ വീർത്ത് വരുന്നുണ്ട്. കാഷ്യൂസ് ഒന്നും കൂടെ ഒന്ന് ഗോൾഡൻ കളറാവണം, മതിയാവും. ഇനി നമുക്കിത് കോരി മാറ്റാം. അടുത്തതായിട്ട് നമ്മളിടാൻ പോകുന്നത് ഒരു പകുതി സവാള, വളരെ നേരിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഒന്നുകൂടി മൂത്താൽ നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഈ പാനിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു പട്ട, 2 ഏലക്കായ, കുറച്ച് പെരിഞ്ജീരകം, 3 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ് കട്ട് ചെയ്തത്. ഒന്നിളക്കി കൊടുക്കാം. ഇനിയും ഇതിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഒരു ചെറിയ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ടാണ് കിടന്ന ഒരു സൗണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയും ഇവിടെ ഒരു സവാളയുടെ പകുതി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട്, ഒരുപാട് വലുതല്ല, ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. ഒന്ന് വാടി വന്നോട്ടെ. ഇത് ഇപ്പം ഞാൻ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട.
അടുത്തായിട്ട് നമുക്ക് ഞാനിവിടെ കുതിർത്തി വെച്ചിരിക്കുന്ന 1 കപ്പ് അരിയാണ്. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ കൈമ റൈസോ മറ്റോ എടുക്കാം, അത് നല്ലതുമാണ്. ഞാനിവിടെ ബസ്മതി റൈസാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ. ജീരകശാല റൈസോ ഏതാണെങ്കിലും എടുക്കാം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യിലൊന്ന് കിടന്നൊന്ന് ആ നെയ്യൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഞാനിവിടെ കുക്കിങ്ങിന് നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. 1 ഗ്ലാസ് അരിയാണല്ലോ നമ്മൾ എടുത്തിരുന്നത്. 1 ഗ്ലാസ് അല്ല, സോറി, 1 കപ്പ് അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതിയാവും, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ മീഡിയത്തിൽ തന്നെയാണ് വെച്ചാൽ മതി. ഇനി ഇത് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇടയ്ക്കൊന്ന് നോക്കണം, തുറന്ന് നോക്കണം, ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊരു 2 പ്രാവശ്യം ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉള്ളു വറ്റാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല. ഈ സമയത്ത് നമുക്ക് കുറച്ചുപ്പ്, ഒരു 1/2 ടീസ്പൂൺ കഷ്ടി മതി, ഇട്ടു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ സമയം മതി. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി തന്നെ വെക്കണം. മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഒരല്പം നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം മുകളിൽ. നമ്മുടെ റൈസ് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് ആവശ്യത്തിന്. കാരണം കുഴഞ്ഞു പോകാനും പാടില്ലല്ലോ. നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്, ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴഞ്ഞെന്തായാലും പോകില്ല. പിന്നെ പാകത്തിന് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇരുന്നൊന്ന് വെള്ളം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും. ഇനി നമുക്ക് നമ്മുടെ ഇതെല്ലാം കാഷ്യൂനട്ട് ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, റൈസിൻസ്, അതെല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ്. ഇത് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. നമ്മുടെ ഗീ റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്കെടുത്ത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് നോൺ വെജൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ചിക്കൻ റോസ്റ്റോ, പിന്നെ ബീഫ് കറിയോ, പിന്നെ ബീഫ് റോസ്റ്റോ, ബീഫ് ഫ്രൈയോ, മട്ടൺ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ, ചില്ലി ഗോബി, അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല, അതൊക്കെ ഇതിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ട, എല്ലാവർക്കും ഗീ റൈസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റും കൂടി ഇടണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.